കഴിഞ്ഞ ദിവസം ചേർന്ന മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ വളരെ കൃത്യമായ ഒരു പ്രപ്പോസൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടി വയ്ക്കുകയുണ്ടായി. പ്രപ്പോസൽ വളരെ മനോഹരമാണ്. മുല്ലപ്പെരിയാർ ഡാം പുതിയത് പണിയുന്നത് കേരളത്തിൻ്റെ ചെലവിൽ തന്നെ പണിയാം. 450 കോടി രൂപ മറ്റാണ് നേരത്തെ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ കൂടുമായിരിക്കും, 650 കോടി രൂപ ആവുമായിരിക്കും. എന്തായാലും ഡാം പണിയാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അണക്കെട്ട് വേണം, അത് പണിയാം, തമിഴ്നാടിന് വെള്ളവും കൊടുക്കാം. ഇതാണ് വി.ഡി. സതീശൻ അവർ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് തമിഴ്നാട് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ വൈദ്യുതി മന്ത്രി CTR നിർമ്മൽ കുമാർ ആണ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നിലവിലുള്ള അണക്കെട്ട് വളരെ ശക്തമാണെന്ന് വിദഗ്ധ സമിതിയും സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ കാര്യത്തിൽ യാതൊന്നും മാറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീണ്ടും ഉന്നയിച്ചെങ്കിലും ചെന്നൈയിൽ നടന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഉന്നയിച്ച. ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞാൽ കേരളം, കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, പിന്നെ ഗോവ, ഈ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാരാണ്. ഡാം എവിടെ നിർമ്മിക്കണമെന്ന് തമിഴ്നാട് തീരുമാനിക്കാനുള്ള അധികാരം തമിഴ്നാടിന് വിട്ടു നൽകാം. ഇതിനൊപ്പം പുതിയ ഡാമിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായി തമിഴ്നാടിന് തന്നെ നൽകുകയും ചെയ്യാം. കേരളം ഉറപ്പ് നൽകും. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന കേരളത്തിൻ്റെ പ്രധാന മുദ്രാവാക്യത്തിലൂന്നിയാണ് ഈ നിർദ്ദേശങ്ങൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. അതേസമയം വിഷയത്തിൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാടും അറിയിച്ചു. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നതാണ് തമിഴ്നാടിൻ്റെ പ്രധാന ആവശ്യം. ഇപ്പോൾ 136 നിൽക്കുകയാണ്. അത് 142 വരെ പോകാം എന്ന് സുപ്രീം കോടതി പറയുന്നത്. പക്ഷേ 152 അടി ആക്കണം എന്നാണ് തമിഴ്നാടിൻ്റെ ആവശ്യം. എങ്കിൽ മാത്രമേ തമിഴ്നാട്ടിലെ കാർഷിക ആവശ്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടുള്ളൂ എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ് യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് വളരെ വലിയ പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ശക്തമായി ആ യോഗത്തിൽ ഉന്നയിച്ചു. ഈ യോഗത്തിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തിരുന്നു. പുതിയ ഡാം നിർമ്മിക്കുന്നതിനുള്ള മുഴുവൻ ചെലവും കേരളം വഹിക്കാമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വാഗ്ദാനം ചെയ്തു. പുതിയ ഡാം എവിടെ വേണമെന്ന് തമിഴ്നാടിന് തീരുമാനിക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രശ്നമുള്ളത്, പുതിയ ഡാം കെട്ടുമ്പോൾ പുതിയ കരാർ വരില്ലേ എന്നുള്ളൊരു ഭയം തമിഴ്നാടിനെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. പുതിയ കരാർ വന്നാൽ പുതിയൊരു ഡാം കെട്ടിയിട്ട് അത് 999 വർഷം കഴിഞ്ഞു, ഇപ്പോൾ ഇനി 750 വർഷത്തേക്ക്, 130 കഴിഞ്ഞെങ്കിൽ ബാക്കി 700 വർഷത്തേക്ക് എഴുതാൻ കഴിയില്ല. ഒരിക്കലും 760 വർഷത്തേക്ക് എഴുതാൻ കഴിയില്ല. പുതിയൊരു ഡാം കെട്ടിയിട്ട് ഏത് എഞ്ചിനീയറാണ് ഒപ്പിട്ട് കൊടുക്കുക? 760 വർഷം ഡാം നിൽക്കുമെന്ന്. അപ്പോൾ പുതിയ ഡാം എന്ന് പറഞ്ഞാൽ പുതിയ കരാറാണ്, പുതിയ താരിഫാണ്. ഇത് തമിഴ്നാടിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. 999 വർഷത്തേക്കും ഞങ്ങൾ ഡാമുകൾ നിർമ്മിച്ച് തന്നുകൊണ്ടിരിക്കാം എന്നൊരു കരാർ എഴുതി വെച്ചാൽ ചിലപ്പോൾ തമിഴ്നാട് സമ്മതിക്കും. പക്ഷേ അങ്ങനെ ഒരു കരാർ എഴുതി കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് എന്താണ് അവകാശം? അത് പ്രായോഗികമായി ശരിയല്ലല്ലോ. വരാൻ പോകുന്ന ഗവൺമെൻറ്റുകളെല്ലാം ഇനി കഴിഞ്ഞ അടുത്ത 760 വർഷത്തേക്ക് പല ഡാമുകൾ കെട്ടിക്കൊടുക്കാം എന്ന് പറയുന്നതൊന്നും പ്രായോഗികമല്ല. വളരെ സങ്കീർണമായ ഒരു വിഷയമാണിത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയത്തില്ല. വളരെ വലിയ പ്രശ്നമാണ് ഇതിനകത്തുള്ളത്. മുല്ലപ്പെരിയാർ കേസ് മുമ്പോട്ട് പോകുന്നതിനിടയിൽ തമിഴ്നാടും കേരളവും വീണ്ടും കൊരുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മുതൽ പറയുന്ന ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, അല്ല ഞാൻ സാങ്കേതിക വിദഗ്ധനൊന്നുമല്ല, വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നത്, CWC സെൻട്രൽ വാട്ടർ കമ്മീഷനും ഇന്ത്യയിലെ ഡാം സേഫ്റ്റി അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും ഇതിനകത്ത് ബന്ധപ്പെട്ടല്ലാതെ ഇത് രക്ഷപ്പെടുന്ന വിഷയമില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി ഇതിനകത്ത്, അതിൽ സുരേഷ് ഗോപി, കാരണം നരേന്ദ്രമോദി എന്ന വ്യക്തിക്കല്ല ഇവിടെ ഞാൻ പറഞ്ഞത്, പ്രധാനമന്ത്രി 2 സ്റ്റേറ്റുകാരെയും വിളിക്കുകയും അവർ ഡിസ്പ്യൂട്ടിൽ നിൽക്കുന്നവരെ ഒരു കൺസൈസിൽ കൊണ്ടുവരാൻ, സമനിലയിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സമവായത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അവർ അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമേ ഇതിന് കരണീയമായിട്ടുള്ളൂ. അല്ലെങ്കിൽ സുപ്രീം കോടതി പറയണം. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞാലും എത്ര കണ്ട് തമിഴ്നാട് അത് മുഖവിലേക്ക് എടുക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു സമവായ ചർച്ചയിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി ഇതിനകത്ത് ഇടപെട്ടേ കഴിയൂ. അത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.